Hope you all are doing good and great. Welcome to my channel or welcome back to my channel. 2-3 ദിവസം മുന്നേ വയനാട് പോയൊരു വ്ളോഗാണിത്. ആദ്യം ആലോചിച്ച് വിടണോ വേണ്ടേ, കാരണം ലോങ് വീഡിയോ ആക്കി ഷൂട്ട് ചെയ്തും ചെയ്ത് അതിന് മാത്രം ഇല്ലണോ, എന്നാലും വേണ്ടിയില്ലെന്ന് വിചാരിച്ചാണ്ട് എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ അത്യാവശ്യമായിട്ട് വയനാട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയിക്കാണ്ട് കേടന്നിരിക്കണം. ബ്രേക്ക് ഡൗൺ അല്ല, ഇഞ്ചിന് പണിയായി കേടന്നിരിക്കണം, അങ്ങനെ വേണം പറയാൻ. ഇവിടുന്ന് നാട്ടിൽ നിന്ന് ട്രിപ്പ് പോയതായിരുന്നു, ഊട്ടി വയനാട് അങ്ങനെ പോയതായിരുന്നു. പക്ഷേ വയനാട് വെച്ച് വണ്ടി കേടന്നു. അങ്ങനെ അത് നന്നാക്കും വേണം, കാരണം ഇപ്പോൾ സീസൺ ടൈമല്ലേ, അപ്പോൾ ട്രിപ്പൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ഓരോ സമയവും കാലമൊക്കെ ഉണ്ടല്ലോ. വണ്ടി കേടന്ന് പിന്നെ അവിടെ നിന്ന് ആളെ വിളിച്ച് നന്നാക്കാൻ ഭയങ്കര റേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആളായിട്ട് പോയതാണ്. മെക്കാനിക്കും ഫാമിലിയും ഓരോ വണ്ടിയിൽ, ഞങ്ങളെ വണ്ടിയിൽ എൻജിൻ അവിടെ നിന്ന് ഊരിയിട്ട് നമ്മളെ നാട്ടിൽ കൊണ്ടുവരണം. അതിനാണ് ഇപ്പോൾ ഞങ്ങൾ പോണത്. ഞങ്ങളൊരു 8 മണി ഒക്കെ ആയിരിക്കണം ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, അതിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾ പോകുന്നത്. ഈ വെൽക്കം ടു വയനാട് എന്ന് കണ്ടപ്പോൾ ഉള്ളിലൊരു സന്തോഷം. ഞാൻ കുറേ ആയിപ്പോൾ വയനാട്ടിലേക്ക് വന്നിട്ട്, ഞാൻ പെട്ടെന്ന് വന്നിട്ടില്ല. അങ്ങനെ വയനാട് ചുരമൊക്കെ കയറി കഴിഞ്ഞ് ഉപ്പിലിട്ടൊരു കട ഉണ്ട്. അപ്പോൾ പിന്നെ റൂബിക്ക കഴിക്കാൻ വല്ലാത്തൊരു ആഗ്രഹം. അങ്ങനെ ഞാനൊരു റൂബിക്കും ഒരു പൈനാപ്പിളും വാങ്ങി. പിന്നെ ഞങ്ങൾ ലൊക്കേഷൻ മാറിപ്പോയി. ഞങ്ങൾ വണ്ടി നിൽക്കണം, അവിടുന്ന് കുറച്ചും പാടെ ഫ്രണ്ടൊക്കെ വന്നു. പക്ഷേ അതുകൊണ്ട് എന്താ, ഞാൻ നല്ല നല്ല സ്ഥലങ്ങൾ കണ്ട്. ഞാൻ ആദ്യമൊക്കെ പോയിന്ന് വെച്ചാൽ ആ ചുരം ഫുള്ള് കയറി കഴിയുക, പിന്നെ മൈസൂർ റോഡിൽ നിന്ന് കുറച്ച് പോകും, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഉള്ളിലൂടെയുള്ള ചെറിയ ചെറിയ വഴികൾ, ഇത് മനോഹരമായിട്ട് കാഴ്ചകളാണ് അറിയോ. ഞാൻ ഷാനോട് പറയാം ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ, പക്ഷേ ഷാനോട് നേരമില്ല, നമുക്ക് ഈവനിങ് തിരിച്ച് വരുമ്പോൾ എടുക്കാറുണ്ട്. പക്ഷേ മെക്കാനിക്കും ഫാമിലി എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ എഞ്ചിൻ വരാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഈസിയുള്ള പണിയൊന്നുമല്ലല്ലോ, കുറച്ച് കഷ്ടപ്പാടുണ്ട്. അങ്ങനെ അത് ഊരി കഴിഞ്ഞപ്പോൾ തന്നെ അസർ ബാങ്ക് കൊടുത്തുക്കണം. പിന്നെ ഇപ്പോൾ ഒരു രസമില്ല ഇവിടെ. ഇത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ ബാക്കിലുള്ള വ്യൂ ആണ്. എന്താ ഭംഗിയല്ലേ കാണാൻ. ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ മെക്കാനിക്കിൻ്റെ ഫാമിലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെപ്പോലെ ഞാൻ സംസാരിക്കണ കമ്പനിയാവണ ആൾക്കാരാണ്. പിന്നെ ഇത് എന്തുമരാന്ന് എനിക്കറിയില്ല, കാപ്പിയാണോ എന്നൊരു സംശയം, അറിയില്ല കേട്ടോ. അറിഞ്ഞൊരു കമൻ്റ് ഇടുക. അവിടെ കുറേ മരമുണ്ട്. കുറച്ചൊക്കെ വീഡിയോ എടുത്ത് പിന്നെ സൂം ചെയ്ത് എടുത്തേക്ക് പോയി. എന്താണെന്ന് അറിയണ്ടേ, കൗതുകം കൊണ്ട് പോയതാണ്. പിന്നെ ഞങ്ങളവിടെ ഓടി നിന്നില്ല. ഞങ്ങൾ എഞ്ചിൻ അയച്ച് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തന്നെ വന്നു. അവിടെ രാത്രി വേറൊരു പ്രോഗ്രാമുണ്ട്, അപ്പോഴത്തേക്കും നമ്മൾ നാട്ടിലെത്തണം. പിന്നെ തിരിച്ച് വരുമ്പോൾ ബ്ലോക്കൊന്നുമില്ല, പക്ഷെ പോകുമ്പോൾ ഭയങ്കര ബ്ലോക്കിരുന്നു. 2 മണിക്കൂറായിട്ട് ഞങ്ങൾ ചുരത്തിൽ നിന്നിക്കണം. പിന്നെ ഈവനിങ് ആയാലും എന്താ, നല്ല കോട ഉണ്ടായിരുന്നു, നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. ഈ ചുരം ഇറങ്ങിയപ്പോഴും ഞാൻ ഇറങ്ങി തന്നെയായിരുന്നു. എന്താണാവും ഭയങ്കര ക്ഷീണം. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ വീട്ടിലെത്താനായില്ലേ, പിന്നെ ഇപ്പോൾ വേറെ പ്രോഗ്രാമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളൊന്നും കഴിക്കാതെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ ഈ കൊച്ചു മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.